എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റിലൊരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വയ്ക്കാം. ഈ വെണ്ടയ്ക്ക ഞാൻ സ്വന്തം കൃഷി ചെയ്ത വെണ്ടയിൽ നിന്ന് പറിച്ചെടുത്തതാണ്. കടയിൽ നിന്ന് വാങ്ങിച്ച വെണ്ടയ്ക്കായല്ല. ചട്ടിക്കകത്ത് കുറേ വെണ്ട ഞാൻ കൃഷി ചെയ്തിരുന്നു. ആ വെണ്ടയ്ക്ക കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഒരു ചുമപ്പ് കളറാണ്. അത് കായ്ക്കാനായിട്ട് തുടങ്ങിയുള്ളൂ. കാണാൻ നല്ലൊരു ഭംഗിയാണ് ആ വെണ്ടയ്ക്ക കാണാൻ. കണ്ടോ, അതിൽ നിന്നും കുറച്ച് വെണ്ടയ്ക്ക ഞാൻ പറിച്ചെടുത്താണ് മെഴുക്ക് പുരട്ടി വയ്ക്കുന്നത്. ഇത് മറ്റ് വെണ്ടയ്ക്കായ അപേക്ഷിച്ച് ഇതിന് പശപ്പ് കുറവാണ്, ആ ഞോളപ്പ് പോലെയുള്ളത് കുറവാണ്. കുറച്ച് പറിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം, കണ്ടോ, കാണുമ്പോൾ അറിയാമല്ലോ, നല്ല നീളമുള്ള വലിയ വെണ്ടയ്ക്കയാണ്. നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇതിലൊരു 4 എണ്ണം ഇട്ടാൽ നമുക്ക് ആവശ്യത്തിന് കഷ്ണമാവും. കണ്ടോ, നല്ല വലിയ വെണ്ടയ്ക്കായ കഴുകി ഞാൻ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടോ കുരുകുരുന്നോ നീളത്തിലോ എങ്ങനെ വേണേലും അരിഞ്ഞ് നമുക്ക് മെഴുക്ക് പുരട്ടി വയ്ക്കാം. ഒരു പാൻ അടുപ്പേ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതാ കടുകിട്ടിരിക്കുന്നു. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളി കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ചതച്ചും കൂടെ ഇടുന്നു. നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ വെളുത്തുള്ളി ചതച്ചിട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ആ കറിക്കുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു 2 പച്ചമുളക് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി ഒരു മീഡിയം സൈസ് സവാള ഞാൻ കുരുകുരാന്നരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് കഴിഞ്ഞ് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ സവാള ഇങ്ങനെ പച്ച കളർ പോലെ കിടക്കും. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. ഒരു ബ്രൗൺ കളറായി വരണം സവാളയ്ക്ക്. ഇതിലേട്ടോ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് കറിവേപ്പില, എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ വന്നതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള ആവശ്യത്തിന് കളറൊക്കെ മാറിയിട്ടുണ്ട്. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നു. വെണ്ടയ്ക്ക ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ വെണ്ടയ്ക്ക വെന്ത് കിട്ടും. ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത്. ഇനി വെള്ളത്തിൻ്റെ ആവശ്യം പോലെ വന്നാൽ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇങ്ങനെ ഒരു 4-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെക്കണം എല്ലാം കൂടെ. അങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് 1 മിനിറ്റ് ഒന്ന് യോജിപ്പിച്ച് വെക്കുക, പിന്നെ ഇളക്കുക. അങ്ങനെ 4-5 മിനിറ്റ് മൂടി വെച്ചും വേവിക്കരുത്. മൂടി വെച്ച് വേവിച്ചാലും അത് കുഴഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് 1 മിനിറ്റ് ഇരുന്നതിന് ശേഷം വീണ്ടും ഇളക്കണം. അങ്ങനെ ഒരു 4-5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി കിട്ടും. ഒട്ടും പശയൊന്നുമില്ലാതെ നല്ല വെറുവെറെ കിടക്കുന്ന മെഴുക്ക് പുരട്ടി. നല്ല സൂപ്പർ ടേസ്റ്റാണ് മെഴുക്ക് പുരട്ടി ഇങ്ങനെ വെച്ചാൽ. ഇത് നന്നായിട്ടും നല്ല ഉണക്കി എടുക്കണമെങ്കിൽ എണ്ണ അതനുസരിച്ച് ഒഴിച്ചാൽ മതി. നമ്മുടെ ആരോഗ്യത്തിന് എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ അധികം എണ്ണ ഇവിടെ ഒഴിക്കുന്നില്ല. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് മാത്രമേ മെഴുക്ക് പുരട്ടി ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. കണ്ടോ, ഇപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പർ മെഴുക്ക് പുരട്ടിയാണ്. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല സുന്ദരമായ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.